ഭഗവാൻ വിഷ്ണുവിൻ്റെ മൂലമന്ത്രമാണ് അഷ്ടാക്ഷരി മന്ത്രമായ ഓം നമോ നാരായണായ എന്നത്. മന്ത്രങ്ങളെല്ലാം ഓം എന്ന പ്രണവ മന്ത്രം ചേർത്താണ് ജപിക്കുക. ആ, ഉ, മ എന്നീ അക്ഷരങ്ങൾ ചേർന്നതാണ് ഓം എന്ന അക്ഷരം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതിൽ ആ വിഷ്ണുവിനെയും ഉ ശിവനെയും മ ബ്രഹ്മാവിനെയും സൂചിപ്പിക്കുന്നു. അഷ്ടാക്ഷരി മന്ത്രത്തിലെ ഓരോ അക്ഷരവും അഷ്ടപ്രകൃതികളെയാണ് സൂചിപ്പിക്കുന്നത്. പഞ്ചഭൂതങ്ങളായ ഭൂമി, ജലം, വായു, അഗ്നി, ആകാശം എന്നിവയെയും മനസ്സ്, ബുദ്ധി, ചിന്ത എന്നിവയെയും ചേർത്ത് പറയുന്നതാണ് അഷ്ടപ്രകൃതി എന്നത്. അതിനാൽ ഈ മന്ത്രം ഭക്തിയോടെ ജപിച്ചു കഴിഞ്ഞാൽ അഷ്ടപ്രകൃതികൾ നമുക്കനുകൂലമാവുകയും ജീവിതത്തിൽ മനഃശാന്തിയും നന്മയും രോഗശാന്തിയും ലഭിക്കുകയും ചെയ്യും. സർവ ഐശ്വര്യങ്ങളുടെയും കാരകനായ ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു വേണം ഈ മന്ത്രം ജപിക്കാൻ. അഭീഷ്ടസിദ്ധിക്കായി നിത്യേന 108 തവണ ജപിക്കുന്നതാണ് ശ്രേഷ്ഠം. വ്യാഴദശകാല ദോഷങ്ങളുടെ കാഠിന്യം കുറയ്ക്കാൻ ഏറ്റവും ഉത്തമ മാർഗമായാണ് അഷ്ടാക്ഷരി മന്ത്രജപം കണക്കാക്കപ്പെടുന്നത്. ഇതൊരു സിദ്ധമന്ത്രമായതിനാൽ തന്നെ ഗുരുമുഖത്തു നിന്ന് ഉപദേശം കൂടാതെ തന്നെ ജപിക്കാവുന്നതാണ്. എപ്പോൾ വേണമെങ്കിലും എവിടെയിരുന്നും ജപിക്കാം. എങ്കിലും രാവിലെ കുളി കഴിഞ്ഞ് വിളക്ക് കൊളുത്തി 108 തവണ ജപിക്കുന്നത് ഉത്തമമായി കരുതപ്പെടുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറാനും ആത്മീയമായ ഉണർവിനും ഈ മന്ത്രം നമ്മെ സഹായിക്കുന്നു. 1000 വർഷത്തോളം കാലിൽ കടിച്ചു പിടിച്ചു കിടന്ന മുതലയിൽ നിന്നും ഗജേന്ദ്രൻ രക്ഷപ്പെട്ടതും മോക്ഷം നേടിയതും ഈ മന്ത്രം ചൊല്ലിയാണെന്ന് ഭാഗവതം 8-ാം സ്കന്ധത്തിൽ ശ്രീശുകമുനി ഗജേന്ദ്രമോക്ഷം കഥയിൽ വിവരിക്കുന്നുണ്ട്. കഴിയുന്നത്ര തവണ അഷ്ടാക്ഷര മന്ത്രം ജപിച്ചാൽ നമ്മെ വലയം ചെയ്യുന്ന ജീവിത ദുരിതങ്ങൾ അത്രയും ഒഴിഞ്ഞുപോകും. ആകെ കൂടി ഒരു പ്രകാശവും പ്രസന്നതയും ശാന്തിയും ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങും. പ്രപഞ്ചസ്രഷ്ടാവും പ്രപഞ്ചപാലകനും ജീവിതത്തിൻ്റെ ചൈതന്യവുമായ മഹാവിഷ്ണുവിനു മുന്നിൽ ശിരസ് നമിക്കുന്നു എന്നാണ് ഓം നമോ നാരായണായ മന്ത്രത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടി വിശദമാക്കിയാൽ ഓം പ്രണവമന്ത്രമാണ്. ഓംകാരത്തിൽ നിന്നാണ് പ്രപഞ്ചം തന്നെ ആവിർഭവിച്ചത്. ആദരസൂചകമായി ശിരസ് കുമ്പിടുന്നതാണ് നമോ. വേദകാലം മുതലേയുള്ള മഹാവിഷ്ണുവിൻ്റെ നാമമാണ് നാരായണൻ. നാര എന്നാൽ ജലവും നാരായണ എന്നാൽ ജലത്തിൽ അധിവസിക്കുന്നവൻ എന്നുമാണ് അർത്ഥം. അതായത് ജലാധിവാസനായ പ്രപഞ്ചസ്വരൂപനെ സർവാത്മന നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം. അഷ്ടാക്ഷര മന്ത്രം ജപിക്കുന്നതിന് യാതൊരു നിബന്ധനയും നിയമവും ഇല്ല. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായവർ ഓം നമോ നാരായണ എന്ന് കമൻ്റ് ഇടാൻ മറക്കരുതേ. ഹരേ കൃഷ്ണ.